പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു വാക്ക് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ചില സ്റ്റോറീസുകളിലെല്ലാം ഫോണിൽ നിന്നും നഷ്ടമായി പോയതുകൊണ്ടാണ് ഇടാനായി ഇത്രയും വൈകുന്നത്. ഇപ്പോഴെല്ലാം അപ്പോൾ എഴുതി വോയിസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത്രയും ദിവസത്തെ ലാഗ് എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഇനി കഥയിലേക്ക്. പ്രണയതാണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ മോൾ ഏറ്റവും വലിയ നിധിയാണ്. ഒരുപാട് അനുഭവിച്ചു എൻ്റെ കുഞ്ഞ്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളുടെ കാര്യങ്ങളൊന്നും വേണ്ടതുപോലെ ചെയ്യാൻ ഈ നിമിഷം വരെയും എനിക്ക് കഴിഞ്ഞില്ല. ഇനി അങ്ങോട്ടും അതിനാവുമോ എന്നറിയില്ല. ആകെ അവളുടെ പേരിൽ ഈ കാണുന്ന വീടും പുരയിടവും മാത്രമേ ഉള്ളൂ. മറ്റൊന്നുമില്ല എൻ്റെ കുഞ്ഞിന് വേണ്ടി തരാൻ. ഞാൻ തീർത്തും നിസ്സഹായിയായ നിരാലംബയായ അമ്മയായി പോയി സാറേ. ഒരു നല്ല വസ്ത്രം വാങ്ങി നൽകാനുള്ള സ്ഥിതി പോലും എനിക്കില്ല. പറയുമ്പോൾ സുമ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. ഒരു തരി പൊന്നോ ഒരു തുണ്ട് ഭൂമിയോ എനിക്ക് വേണ്ട. ശ്രീബാല അവളെ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും. നിറഞ്ഞ മനസ്സോടുകൂടി അവളെ കൈപിടിച്ച് എൻ്റെ കയ്യിൽ തന്നാൽ മതി. മറ്റൊന്നും എനിക്ക് ഈ ജന്മം വേണ്ട. എൻ്റെ പുണ്യമാണ് അവൾ. ആദി സുമയോട് പറയുന്നതും, ഒന്നും വേണ്ട സുമേ, ബാലമോള മാത്രം മതി ഞങ്ങൾക്ക്. ഈ ജന്മം മുഴുവൻ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടത് മുഴുവനും ഈ കുറഞ്ഞ പ്രായം കൊണ്ട് അവൾ അനുഭവിച്ചു. ഇനിയെങ്കിലും അവളുടെ ജീവിതത്തിൽ നല്ലതുണ്ടാകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. പൊന്നിനും പണത്തിനേക്കാൾ മൂല്യമുണ്ട് ശ്രീബാലയ്ക്ക്. രാത്രി ബാലയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ വിളിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞ വാക്കുകളായിരുന്നു. ആദിയേട്ടനും അമ്മയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ. അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് സങ്കടവും സന്തോഷവും തോന്നി. നാളെ രാവിലെ ആദിയേട്ടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴും അമ്മയെയും മോനോട്ടനെയും ആദിയേട്ടനെയും വിട്ടു പോകാൻ മടി. വൈകുന്നേരം മുതൽ ആദിയേട്ടൻ്റെ മുഖത്ത് വല്ലാത്ത സങ്കടം. മംഗലത്തമ്മയാണെങ്കിൽ 2 പേരെയും നോക്കി ചിരിക്കുന്നുണ്ട്. 2 പേർക്കും ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ പിന്നെ പോകണ്ടെന്ന് കരുതിയാൽ പോരെ? വിവാഹത്തിൻ്റെ അന്ന് ഇവിടെ നിന്ന് തന്നെ അങ്ങ് അമ്പലത്തിലേക്ക് പോയാൽ പോരെ നിങ്ങൾക്കൊക്കെ? മോൾക്കല്ലേ പോകണമെന്ന് നിർബന്ധം? എന്നിട്ടിങ്ങനെ 2ഉം കൂടി മുഖം വീർപ്പിച്ചിരുന്നാലോ? അമ്മ 2 പേരെയും നോക്കി കളിയാക്കിയതുപോലെ ചോദിക്കുമ്പോൾ ആദിയേട്ടൻ അമ്മയെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. രാവിലത്തെ ജോലികൾ ചെയ്ത് തീർത്ത് ബാല ഹാളിലേക്ക് വരുമ്പോൾ ആദിയും റെഡിയായി നിൽക്കുന്നുണ്ട്. മംഗലത്തമ്മ ബാലയുടെ അടുത്തേക്ക് വന്നു. കുറേ നാളുകൾക്ക് മുമ്പ് മോൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വെറും ശ്രീബാലയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതും അങ്ങനെയാണ്. പക്ഷേ മറ്റന്നാൾ ഇവിടേക്ക് തിരികെ കയറി വരുമ്പോൾ ശ്രീബാല ആദിത്യനായിട്ടായിരിക്കും. ഇവിടെ വന്ന് കയറിയ നിമിഷം മുതൽ നീ എൻ്റെ മകളുടെ സ്ഥാനത്താണ്. ഇപ്പോൾ കുറെ കൂടി അധികാരത്തിലായി, അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് നിന്നെ വിടാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷെ നിൻ്റെ ആഗ്രഹം പിന്നെ സുമയുടെ ആഗ്രഹം ഇത് 2 കണക്കിലെടുക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മോൾ അപ്പോൾ തന്നെ വിളിക്കണം. അമ്മ അത് പറഞ്ഞത് ശ്രീധരനെ ഉദ്ദേശിച്ചാണെന്ന് ബാലയ്ക്കും ആദിക്കും മനസ്സിലായി. കൂടുതൽ യാത്ര പറച്ചിലിന് നിന്നില്ല. മോനോട്ടം കാണാതെ വേഗം ആദിയോടൊപ്പം കാറിൽ കയറി. അവൾക്ക് സങ്കടവും സന്തോഷവും തോന്നി. ആദി കാർ മുന്നിലേക്ക് എടുക്കുമ്പോൾ ബാല അവൻ്റെ തോളിൽ ചാരിയിരുന്നു. 2 ദിവസത്തേക്കല്ലേ മോളെ, ഇത്രയും സങ്കടം വേണോ? അവളെ ചേർത്ത് തന്നിലേക്ക് പിടിച്ചുകൊണ്ട് ആദി ചോദിച്ചു. 2 ദിവസത്തേക്കാണെങ്കിലും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു ആദിയേട്ടാ. ഇപ്പോൾ നിനക്ക് സങ്കടം തോന്നും. പക്ഷേ വീട്ടിൽ ചെന്ന് ഉണ്ണിക്കുട്ടനെയും അമ്മയെയും ലക്ഷ്മിയെയും കാണുമ്പോൾ ഈ സങ്കടമൊക്കെ പമ്പ കിടക്കും. ആദി പറഞ്ഞതുപോലെ തന്നെ വീടെത്തുമ്പോൾ ബാലയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സമാധാനത്തിൽ ഇവിടേക്ക് വരുന്നത്. ഒതുക്കുകൾ കയറി ആദിയോടൊപ്പം അകത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ണിക്കുട്ടൻ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. അവൻ ഓടി ബാലയുടെ അടുത്തേക്ക് വന്നു. ബാലേച്ചി, 2 ദിവസം ഇവിടെ നിൽക്കാൻ വരുമെന്ന് അമ്മയും ചെയ്യാമ്മയും പറഞ്ഞതേ ഉള്ളൂ. അവളുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. അമ്മയെ ബാലേച്ചി വന്നു, ചെക്കൻ വിളിച്ചു കൂവി. ലക്ഷ്മിയും അമ്മയും ഒരുപോലെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഹാളിൽ നിൽക്കുന്ന ആദിയെയും ബാലയെയും കണ്ട് 2 പേരും ചിരിച്ചു. വാ മക്കളെ, കയറിയിരിക്കെ. ലക്ഷ്മി വേഗം കലക്കി വെച്ചിരിക്കുന്ന നാരങ്ങ വെള്ളം 2 ഗ്ലാസ്സുകളിലേക്ക് പകർന്നുകൊണ്ട് വന്നു. നാരങ്ങ വെള്ളം കുടിച്ച ഗ്ലാസ് ബാലയെ ഏൽപ്പിച്ചുകൊണ്ട് ആദി എഴുന്നേറ്റു. എന്നാൽ പിന്നെ ഞാൻ ഇരിക്കുന്നില്ല, ഇറങ്ങട്ടെ. വീട്ടിൽ ചില്ലറ ജോലികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതെന്തു പോക്ക, കഴിച്ചിട്ട് പോയാൽ പോരെ? വേണ്ട, ഇനി ഒരു ദിവസമാകാം. ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. ഇപ്പോൾ അമ്മ നോക്കിയിരിക്കും.
ഇവള് വന്നത് മോനൂട്ടൻ അറിഞ്ഞില്ല. ഇവളെ കണ്ടില്ലെങ്കിൽ അവൻ അമ്മയെ വശത്താക്കും. അതുകൊണ്ട് ഞാൻ കൂടി ഇല്ലെങ്കിൽ പറ്റില്ല. ഇറങ്ങട്ടെ അമ്മേ. ബാലയോടും കൂടി യാത്ര പറഞ്ഞ് ആദ്യ ഒതുക്കുകൾ ഇറങ്ങുമ്പോൾ അവൻ പോകുന്നത് അമ്മയും മക്കളും കൂടി നോക്കി നിന്നു. പിന്നെ ബാലയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ആദ്യ പോകുന്നത് കണ്ടപ്പോൾ ബാലയ്ക്കും വല്ലാത്ത വിഷമം തോന്നി. ഇത്രയും നാളായല്ലേ ചേച്ചി നമ്മൾ സന്തോഷത്തോടെ ഇവിടെ നിന്നിട്ട്, ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം, ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും പറഞ്ഞു. അടുക്കളയിൽ ലക്ഷ്മിയും ബാലയും കൂടി ചേർന്നാണ് അന്ന് ഉച്ചയ്ക്കുള്ള ആഹാരം പാകം ചെയ്യുന്നത്. ഏറെ നാളിന് ശേഷമായിരുന്നു ആ വീട്ടിൽ അത്രയും സന്തോഷത്തോടു കൂടി സുമയും മക്കളോടൊപ്പം ചേർന്നു. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആദിയെ വിളിച്ചു. മംഗളത്തമ്മയും ആദിയും ഭക്ഷണം കഴിച്ചു എന്ന് തിരക്കി. സത്യം പറഞ്ഞാൽ ബാല പോയപ്പോൾ തന്നെ വീട് ഉറങ്ങിയതുപോലെയായി. കമലം ഭക്ഷണം എടുത്തു വെച്ച് ആദിയെയും അമ്മയെയും വിളിക്കുമ്പോൾ രണ്ടുപേരും മടിയോടുകൂടിയിരുന്നു. എന്തുകൊണ്ടോ ഒന്നിനും ഒരു ഉത്സാഹം തോന്നുന്നില്ല. ഒടുവിൽ ബാലയോട് വിളിച്ച് പറയുമെന്ന് കമലം പറയുമ്പോഴാണ് ആദി അമ്മയെയും കൂട്ടി ഭക്ഷണം കഴിക്കാനിരുന്നത്. വൈകുന്നേരമായപ്പോൾ ജയമാമി വന്നു. പിന്നെ കുറേയധികം സമയം എല്ലാവരും കൂടിയിരുന്ന് സംസാരിച്ചു. ഇടയ്ക്കെപ്പോഴും സുമയുടെയും ജയയുടെയും നോട്ടങ്ങൾ തമ്മിൽ ഇടഞ്ഞു. ശ്രീധരനെങ്ങാനും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വരുമോ എന്ന് കണ്ണുകൾ കൊണ്ടവർ പരസ്പരം സംസാരിച്ചു. ഒടുവിൽ വീട്ടിലേക്ക് പോകാനായി എഴുന്നേറ്റ് ജയയെ അമ്മയും മക്കളും കൂടി അവിടെ പിടിച്ചു നിർത്തി. ഇന്നത്തെ ദിവസം എന്തായാലും അവരോടൊപ്പം കഴിഞ്ഞാൽ മതിയെന്ന്. നാളുകൾക്ക് ശേഷം അമ്മയും മക്കളും ഉണ്ണിക്കുട്ടനുമൊക്കെ സന്തോഷത്തോടു കൂടി ഒരുമിച്ചൊരു കട്ടിലിൽ. എല്ലാവർക്കും സന്തോഷം കൊണ്ട് മനസ്സ് വിങ്ങി. അത് കണ്ണുനീരായി പുറത്തേക്ക് വന്നു. ആദിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളില്ലാത്ത ഒരു ദിവസം പോലും തങ്ങളെക്കൊണ്ട് തനിയെ പറ്റില്ലല്ലോ എന്ന് അമ്മയും മകനും വേദനയോടുകൂടി ഓർത്തു. അമ്മയോടും ലക്ഷ്മിയോടും എന്തൊക്കെയോ സംസാരിച്ചിരിക്കുമ്പോൾ ബാലയുടെ ഫോൺ റിങ് ചെയ്തു. നാളെ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ അവിടേക്ക് വരും. എല്ലാവരും ഒരുങ്ങി റെഡിയായി നിൽക്കണം. വിവാഹത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യേട്ടാ. ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സില്ലേ, അതൊക്കെ പോരെ. പെണ്ണ് ഒഴിവുകൾ പറയാൻ നോക്കിയെങ്കിലും ആദ്യം അതിനൊന്നും സമ്മതിച്ചില്ല. ബാല എന്തൊക്കെയോ തടസ്സം പറയാൻ തുടങ്ങുമ്പോൾ ആദിയും അമ്മയും കൂടി അതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല. വിവാഹം ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ മോളെ, അത് ആഘോഷപൂർവ്വം തന്നെ നടക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. രാവിലെ ഞാനങ്ങ് വരും. അപ്പോൾ എല്ലാവരും റെഡിയായിരിക്കണം. പിന്നെയും കുറച്ച് സമയം കൂടി സംസാരം നീണ്ടു നിന്നു. അതിനുശേഷമാണ് ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. ഈ നേരം അത്രയും ഷാപ്പിലിരുന്ന് കള്ളു കുടിക്കുകയായിരുന്നു ശ്രീധരൻ. എൻ്റെ വീട്ടിൽ ഞാൻ അറിയാതെ അവൻ്റെയൊക്കെ ഒരു വിവാഹം. എന്നെ മാറ്റി നിർത്തി ഒരു പുല്ലനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആവേശത്തോടു കൂടി കയ്യിലിരുന്ന കള്ളു മുഴുവനും അകത്താക്കിക്കൊണ്ട് ഗ്ലാസ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ശ്രീധരൻ. നിങ്ങൾ എന്ത് വൃത്തികേടാ ശ്രീധരേട്ടായി കാണിക്കുന്നത്? നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ പോലും നിങ്ങളെ കാല് കുത്താൻ അനുവദിച്ചു കൂടാത്തതാണ്. പക്ഷേ ഞങ്ങൾ അതൊക്കെ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ അലമുണ്ടാക്കാതെ ഇവിടെ ഇരുന്നതങ്ങ് പിടിപ്പിച്ചേ. ചെത്തുകാരൻ കുട്ടപ്പൻ പറയുമ്പോൾ ശ്രീധരൻ അയാളെ ചിറഞ്ഞൊന്ന് നോക്കി. എന്നെ ഇങ്ങനെ ചിറഞ്ഞു നോക്കി ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ കൊച്ചിനോട് ചെയ്തതൊക്കെ ഞങ്ങൾ നാട്ടുകാർക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് നിങ്ങളോട് സഹകരിക്കുന്നത് ആ പഴയ സ്നേഹം ഉള്ളിൽ എവിടെയോ കിടക്കുന്നത് കൊണ്ടാണ്. നിങ്ങളായിട്ടത് ഇല്ലാതാക്കരുത്. മാത്രമല്ല ഇനിയും എന്തെങ്കിലും കുഴപ്പത്തിന് പോവുകയാണെങ്കിൽ ആ പോലീസുകാരനും പിന്നെ ആദിസാറും നിങ്ങളെ ബാക്കി വെച്ചേക്കില്ല. അതൊക്കെ ഓർത്ത് വേണം എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കാൻ. കുറേ നാൾ ജയിലിലും കുറച്ച് നാൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ആശുപത്രിയിലും കിടന്ന് നരകിച്ചില്ലേ? ഇനിയെങ്കിലും നിങ്ങൾക്ക് നന്നായിക്കൂടെ? മതിയടാ നിൻ്റെയൊക്കെ ഉപദേശം. ഇപ്പോൾ നീയൊക്കെ പറയുന്നത് കേട്ട് നിൽക്കുന്നത് ശ്രീധരൻ്റെ അവസ്ഥ ഇതായി പോയതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തനെയും പേടിച്ചിട്ടല്ല. ശ്രീധരൻ വലിയ വായിൽ പറഞ്ഞു. ഈ ശ്രീധരൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ മോളെ. അതുകൊണ്ട് അതത്ര പെട്ടെന്ന് ഞാൻ അടിയറവ് പറയില്ല. ഇയാളെ നന്നാവില്ലടാ കുട്ടപ്പ. ഇയാളുടെ കൂടെ നിന്നാൽ നമുക്കും കൂടി ആ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കിട്ടും. എത്ര കിട്ടിയാലും പഠിക്കാത്ത ജന്മം. ദേഷ്യത്തോടു കൂടി എല്ലാവരെയും നോക്കിക്കൊണ്ട് അയാൾ ആടിയാടി ഷാപ്പിന് പുറത്തേക്ക് ഇറങ്ങി. രാത്രിയിൽ ആദിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഉറങ്ങിയപ്പോൾ പതിയെ വീടും പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ബുള്ളറ്റ് എടുത്തുകൊണ്ട് നേരെ ബാലയുടെ വീട്ടിനടുത്തേക്ക് വന്നു. ദൂരെ ബുള്ളറ്റ് വെച്ചുകൊണ്ട് നേരെ നടക്കുകയായിരുന്നു. വീടിന് 10 മീറ്റർ ദൂരത്ത് വെച്ച് ആദി കണ്ടു ആടിയാടി വരുന്ന ശ്രീധരനെ. അയാൾ ഒതുക്കുകൾ കയറുന്നത് കണ്ടതും ആദി പിന്നാലെ പതുങ്ങിച്ചെന്ന് ഇരുളിൻ്റെ മറവിൽ നിന്നു. വാതിലിൽ തുടരെ തുടരെ മുട്ടുകേട്ട്
ലക്ഷ്മിയും ബാലയും സുമയും ഉണർന്നു. ശ്രീധരനാണെന്ന് മനസ്സിലായി. വാതിൽ തുറക്കേണ്ടമ്മേ, ബാല പറഞ്ഞു. മോള് പേടിക്കാതെ, അമ്മയ്ക്കിപ്പോൾ നല്ല ധൈര്യമാണ്. അവർ മുടി വാരി കെട്ടിക്കൊണ്ട് വാതിലിനടുത്തേക്ക് നടക്കുമ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ലക്ഷ്മിയും ബാലയും ജയയും കൂടി ചെന്നു. നീയൊക്കെ ചത്ത് കിടക്കുവാണോടി? ചോദിച്ചുകൊണ്ട് ശ്രീധരൻ പിന്നെയും വാതിലിൽ മുട്ടാൻ തുടങ്ങുമ്പോഴേക്കും വാതിൽ അയാളുടെ മുന്നിൽ തുറക്കപ്പെട്ടു. ഓ, അപ്പോൾ ചത്തിട്ടില്ല. എന്നെ ഒഴിവാക്കി നീയൊക്കെ ചെയ്യുന്നതൊക്കെ അറിഞ്ഞിട്ടും ശ്രീധരൻ പ്രതികരിക്കാതിരിക്കുന്നത് ഒരുത്തനെയും ഭയന്നിട്ടല്ല. അവനെ കണ്ടുകൊണ്ടാണ് നീയൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഓർത്തോ, ഒരുത്തനെയും ഞാൻ സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും സുമയുടെ പിന്നിൽ നിന്നും ബാല മുന്നിലേക്ക് വന്നു. ബാലയെ കണ്ടപ്പോൾ ശ്രീധരൻ്റെ കണ്ണും മുഖവും വിടർന്നു. ഓരോ ദിവസം കഴിയും തോറും അവൾ ഒന്നിനൊന്നിന് ഭംഗിയായി വരുന്നു. അവൻ്റെ കണ്ണുകൾ അവളെ കൊത്തിപ്പറിക്കാൻ തുടങ്ങി. തനിക്ക് ചുണയുണ്ടെങ്കിൽ എൻ്റെ ആദിയേട്ടൻ്റെ നേർക്ക് ഒരു ചെറുവിരലെങ്കിലും അനക്കി നോക്കടോ, അപ്പോൾ അറിയാം ആദിയേട്ടൻ ആരാണെന്ന്. തൻ്റെ മുന്നിൽ വീറും വാശിയോടും കൂടി നിൽക്കുന്നവളെ ശ്രീധരൻ ചൂഴ്ന്നു നോക്കി. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ? ഇതാണ് എനിക്ക് നിന്നോട് അത്രയ്ക്കിഷ്ടം. എന്നെ എതിർക്കുമ്പോൾ നിന്നെ കാണാൻ പ്രത്യേക ചന്തമാണ്. അതാണ് എനിക്ക് നിന്നെ ഇത്രയും ഇഷ്ടവും മറക്കാനും കഴിയാത്തത്. ചുണ്ടും നാവും വല്ലാത്ത രീതിയിൽ നനച്ച് അവളെ നോക്കുന്ന ശ്രീധരൻ്റെ സുമ മുറ്റത്തേക്ക് തള്ളിയിട്ടു. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ശ്രീധരൻ വേച്ച് നിലത്തേക്ക് വീണുപോയി. എടീ നീ! അപ്പോഴേക്കും സുമ പുറത്തേക്കിറങ്ങി. ഇനി നിങ്ങൾ ഒരക്ഷരം ഇവിടെ നിന്ന് ചലച്ചാൽ ഞാനിപ്പോൾ ആളെ വിളിച്ചു കൂട്ടും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ മുറ്റത്തു നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. അങ്ങനെ എന്നെ ഭയപ്പെടുത്തല്ലേ നീ. നിനക്കറിയാം ശ്രീധരൻ ആരാണെന്ന്. ഞാൻ ഇനിയും വരുമടി. അപ്പോഴും കാണണം ഈ ചൂടും ചൂരും. എല്ലാവരെയും നോക്കി ദേഷ്യം കടിച്ചമർത്തി ശ്രീധരൻ നിന്നു. പറഞ്ഞുകൊണ്ട് ശ്രീധരൻ്റെ മുന്നിൽ വാതിൽ ശക്തിയായി കൊട്ടി അടയ്ക്കപ്പെട്ടു. വായിൽ വന്നൊരു മുഴുത്ത തെറിയും വിളിച്ചുകൊണ്ട് ശ്രീധരൻ ഒതുക്കുകൾ ഇറങ്ങുമ്പോൾ ആദിയും അയാളുടെ പിന്നാലെ പതുങ്ങിയിറങ്ങി. ഒതുക്കുകൾ ഇറങ്ങി താഴേക്ക് കുറച്ച് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ശക്തിയായി എന്തോ ഒന്ന് തലയിലേക്ക് വന്ന് പതിച്ചത് ശ്രീധരൻ അറിഞ്ഞു. ഒരു മരവിപ്പ്. എന്താണെന്ന് തിരിച്ചറിയും മുമ്പ് തന്നെ ശ്രീധരൻ ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണു. തുടരും. ഇനി മറ്റന്നാൾ മാത്രമേ ഉണ്ടാകൂ സ്റ്റോറി. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഉറപ്പായും തരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ സ്റ്റോറി ലേറ്റായ കാരണം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുതേ കൂട്ടുകാരെ. എല്ലാ സ്റ്റോറിയും മുടങ്ങാതെ തരുന്നതായിരിക്കും. ഇടയ്ക്കൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകിയത് കൊണ്ടാണ് സ്റ്റോറി ലേറ്റാകുന്നത്. എൻ്റെ ചാനൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും സബ്സ്ക്രൈബ് ചെയ്യണേ.